ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യുവർ ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കേരാഫെഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ് ആട്ടോ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ഇന്ന് മുതൽ നമ്മുടെ കൂടെ കൂടിക്കോളൂ, നമുക്ക് ഒരുമിച്ച് പഠിച്ച് റാങ്ക് നേടി നല്ലൊരു ഗവൺമെൻറ് ജോബിലേക്ക് പെട്ടെന്ന് തന്നെ കയറാം. ഏറ്റവും ടോപ്പിൽ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് എല്ലാ എക്സാമിനും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാവുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിക്ക് തന്നെ ട്രൈ ചെയ്യുക. ഓക്കെ, പല കാര്യങ്ങളും പലരും പറയും, അതായത് ജോബിനൊന്നും അല്ലെങ്കിൽ എന്താ പറയുക, അപ്പോയിൻമെൻ്റ് ഒന്നും ആവണില്ല, അങ്ങനെ പല റീസൺസ് കാണും. റീസൺസ് എല്ലാം ഒരിക്കലും ഒരു എക്സ്ക്യൂസുകളല്ല, നമ്മുടെ ലൈഫാണ്. സോ നമ്മളായിട്ട് ട്രൈ ചെയ്താലേ അതിലെന്തെങ്കിലും കാര്യം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തോളുക. റിസൾട്ട് എന്താണെങ്കിലും ദൈവം അതിനൊത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും യൂട്യൂബിൽ ഉണ്ടാവില്ല, ജസ്റ്റ് 1-2 ഡെമോ ക്ലാസ്സുകൾ മാത്രമേ യൂട്യൂബിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനൽ വഴിയുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾക്കറിയാം, നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു 9072 കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഫീസ് വരുന്നത് 2500 രൂപയാട്ടോ. അപ്പോൾ ആ ഒരു ഫീസിന് എക്സാം വരെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, MCQ സീരീസും നമുക്കുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് 4 മാർക്കിനാട്ടോ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത്. അപ്പോൾ ആ ഒരു സിലബസിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, നല്ലതായിരിക്കും. നമുക്കൊന്ന് കാണുമ്പോൾ നമ്മൾ ഇത്ര കംപ്ലീറ്റ് ചെയ്തു എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ കാണുമ്പോൾ ഓരോന്നിങ്ങനെ ടിക്കിട്ട് പോകുമ്പോൾ നല്ല രസമല്ലേ കാണാനായിട്ട്. നമ്മളിത്ര ഫിനിഷ് ചെയ്തല്ലോ, നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഓരോ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ മൊഡ്യൂളിനെ ഒന്ന് സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാകും ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോർപ്പറേഷൻ ആൻഡ് അതർ ഇക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്ന മൊഡ്യൂൾ 1-നകത്ത് നമുക്ക് 5 കാര്യങ്ങളായിരുന്നു പഠിക്കാനായിട്ടുള്ളത്. അതിലൊന്നാമത്തത് നമ്മളുടെ ഇക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചാണ്. 3 ടൈപ്പ് ഇക്കണോമിക് സിസ്റ്റമാണുള്ളത്: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം. ഓക്കെ, രണ്ടാമത്തത് കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആണ്. മൂന്നാമത്തത് കോർപ്പറേഷനും മറ്റു ഫോംസ് ഓഫ് ബിസിനസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. ആൻഡ് നാലാമത്തത് കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഇങ്ങനെ 5 ടോപ്പിക്കിനെ കുറിച്ചാട്ടോ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ ഒത്തിരി സ്ട്രെസ് ആവണ്ട, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. നല്ല സിമ്പിളായിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ ഇതിന് എവിടെ നിന്നാണ് ആ 4 മാർക്ക് വരുന്നതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ മാർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ ഒരു ഏരിയ വളരെ സിമ്പിളാട്ടോ, നമുക്ക് ഈ ഒരു ഏരിയ വളരെ സിമ്പിളായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ആദ്യം എടുക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ടോപ്പിക്കാണ് കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ ആട്ടോ. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം നമുക്കറിയാം ബിസിനസ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ്സ് ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ആദ്യം ഈ ഒരു ടോപ്പിക്ക് വരുന്നത് ഫോംസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹെഡ് പഠിച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് എളുപ്പമുള്ളൂ. കമ്പാരിസൺ, കോപ്പറേറ്റീവ് സൊസൈറ്റീസും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണല്ലോ നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ അത് പഠിക്കണമെങ്കിലും ഫസ്റ്റത്തെ ഈ ഒരു ടോപ്പിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ബിസിനസ് എന്നുള്ളൊരു കാര്യം ആദ്യം പഠിക്കുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് മീൻസ് ബിസിനസ്. നിങ്ങൾ പണ്ട് +1 പഠിച്ചിട്ടുണ്ടായിരിക്കും. ആൻഡ് ബിസിനസ് മീൻസ് ബിസിനസ് ആണ്. ഒരു കാര്യത്തിലുണ്ടാകുന്ന ഒരു ബിസി ആക്ടിവിറ്റി, ഒരു വ്യക്തി ചെയ്യുന്ന സംതിങ് ബിസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിനെ നമുക്ക് ബിസിനസ് എന്ന് പറയാം ലിറ്ററലി. പക്ഷേ ഇൻ ഇക്കണോമിക് ടൈമിലേക്ക് വരുമ്പോൾ ബിസിനസ് മീൻസ് വർക്ക്, എഫേർട്ട്, ആക്ട് ഓഫ് പീപ്പിൾ വിച്ച് ആർ കണക്റ്റഡ് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് വെൽത്ത്. അതായത് സംതിങ് ഇക്കണോമിക്കായിട്ട് വെൽത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി ചെയ്യുന്ന എല്ലാ വർക്കിനെയും എഫേർട്ടിനെയും ആക്ടിനെയും നമുക്ക് എന്തെന്ന് പറയാം, ബിസിനസ്സായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇക്കണോമിക് സെൻസിലുള്ള ബിസിനസ്സിൻ്റെ ഒരു മീനിങ് ആണ് നമ്മൾ കണ്ടത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഫങ്ഷണൽ ഡെഫിനേഷനാണ്. ഫങ്ഷണൽ ഡെഫിനേഷൻ അത് ബിസിനസ് പറയാം. ദോസ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലോ. ദോസ് ഹ്യൂമൻ ആക്ടിവിറ്റി ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ ഓർ പർച്ചേസ് വിത്ത് ഒബ്ജക്റ്റീവ് ഓഫ് സെല്ലിംഗ് ദം അറ്റ് എ പ്രോഫിറ്റ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതൽ പ്രോഫിറ്റിൽ ഗുഡ്സ് വിൽക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ ആ ഒരു എസൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് ഫോർ പ്രോഫിറ്റ്. ചിലപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് രീതിക്കൊക്കെ വരുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോണത്. എന്തെങ്കിലും ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുക, അത് സെല്ല് ചെയ്യുക, അതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്, അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്?
പ്രോഫിറ്റാണ്. ഓർത്ത് വെച്ചിരിക്കണം മൈൻഡിൽ കേട്ടോ. പ്രൊഡ്യൂസിങ് ആൻഡ് സെല്ലിങ് ഫോർ പ്രോഫിറ്റ്. പക്ഷേ എല്ലാ എൻഗേജ്മെൻറ്റും അതുകൊണ്ട് തന്നെ ബിസിനസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആൻഡ് ദോസ് ഹൂ ഡയറക്റ്റഡ് ടുവേർഡ്സ് ഏണിങ് പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടുള്ള ബിസിനസ് ആക്ടിവിറ്റീനാണ് നമ്മൾ എന്ന് പറയുള്ളൂ ബിസിനസ് എന്ന് പറയുന്ന ആ ഒരു പെരിഫറൽ ടൈമിൽ നമ്മൾ കൊണ്ടുവരുള്ളൂ. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ പെക്യുലാരിറ്റീസ് ഇതൊക്കെയാണ്. പ്രൊഡക്ഷൻ ഓർ അക്വിസിഷൻ ഓഫ് ഗുഡ്സ്. ചിലപ്പോൾ നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നതാവാം. ഇപ്പോഴും ബിസിനസ് എന്ന് പറയുന്നത് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, മറ്റുള്ളവരാരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് നമ്മൾ അക്യൂർ ചെയ്യും അല്ലേ. ആൻഡ് അക്യൂർ ചെയ്ത സാധനം സെയിൽ നടത്തണം. സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ്. ആ പ്രൊഡക്ഷനിലെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ നടത്തണം, അല്ലെങ്കിൽ അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇതിനടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, ഇവർ ഡീൽ ചെയ്യുന്ന മെയിനായിട്ടും ഗുഡ്സ് ആൻഡ് സർവീസിലാണ്. ആൻഡ് റെഗുലാരിറ്റി ഓഫ് ഡീലിങ്സ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സിംഗിൾ ഐസൊലേറ്റഡ് ട്രാൻസാക്ഷൻ ഒരിക്കലും ബിസിനസ് എന്ന് പറയുന്ന പോയിന്റ് ഓഫ് വ്യൂ വരില്ല. അത് റിപ്പീറ്റായിട്ട് നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണല്ലോ ഒരു പെർപെക്ച്വൽ എക്സിസ്റ്റൻസ്, ലോങ് ലൈഫ് ബിസിനസ്സിനുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുപോലെ ഇതിന് കിട്ടുന്ന റിവാർഡ് എന്താണ്? ഇവർ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഇവർ അക്യൂർ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ കിട്ടുന്ന റിവാർഡ് എന്ന് പറയുന്നത്, ഇവരുടെ ആ സർവീസിനുള്ള റിവാർഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. ഓക്കെ, എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. എല്ലാ ബിസിനസ്സിനും ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടായിരിക്കും, ഒരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം എന്നുള്ളൊരു റിസ്ക് എലമെൻറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബിസിനസ്സിൻ്റെ പെക്യുലാരിറ്റി. അപ്പോൾ ഓരോരുത്തരുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ ബിസിനസ്സിനെ 4ആയിട്ടാണ് തരംതിരിക്കുക. ഇവിടെയാണ് നമ്മുടെ മെയിൻ പോയിന്റ് വരുന്നത്. ദിറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ് എന്ന് പറയുമ്പോൾ 4ആണ് വരിക. അതിന് നമ്മൾ മെയിനായിട്ട് ഓണർഷിപ്പിൻ്റെ ബേസിസിലും അതുപോലെ എങ്ങനെയാണ് ആ ഒരു സ്ഥാപനം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ ബേസിസിലാണ് ബിസിനസ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിനകത്ത് ഒന്നാമത് ഇൻഡിവിജ്വൽ ഓർ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സാണ്. രണ്ടാമത്തത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സാണ്. ആൻഡ് മൂന്നാമത്തത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയാണ്. നാലാമത്തത് കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ് ആണ്. ഇങ്ങനെ 4 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ് ഉള്ളത്. ഓർത്ത് വെച്ചോണം. ഇൻഡിവിജ്വൽ ബിസിനസ് അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നമ്മളതിനെ പറയും. ദെൻ പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഉണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഒരെണ്ണം ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. ദറ്റ് ഈസ് ജോയിൻറ്റ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയുടെ ബിസിനസ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ അതൊരു എല്ലാ കസ്റ്റമേഴ്സിനും പേഴ്സണൽ അറ്റൻഷനൊക്കെ കൊടുക്കേണ്ട കേസാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ സോൾ ട്രേഡർഷിപ്പ് എന്ന് പറയുന്ന സ്ഥാപനം നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുക. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പഠിക്കണം. കാരണം ഇത് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അടുത്ത ഏരിയയിലേക്ക് കിടക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ചെറിയ ബിസിനസ് സ്ഥാപനങ്ങൾക്കും ചെറിയ ക്യാപിറ്റലൊക്കെ ഉള്ളവർക്കൊക്കെയാണ് ഈ ഒരു സോൾ ട്രേഡർഷിപ്പ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട് ഇതിന്. കാരണം പെട്ടെന്ന് ഫോം ചെയ്യാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ കുറവല്ലേ. അതുപോലെ മോട്ടിവേഷൻ, ഡയറക്റ്റ് മോട്ടിവേഷൻ കിട്ടാറുണ്ട്. കൺട്രോൾ, നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നടക്കും. ഡിസിഷൻ, പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കാം. ആരും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്കിപ്പം വേണ്ട ഇന്ന് പോകണ്ട, ഒരു സ്ഥാപനമുണ്ട്, നമുക്കിന്ന് പോകണ്ടെന്നൊന്നേ പോകണ്ട, ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതുപോലെ സീക്രട്സി, നമ്മുടെ സ്ഥാപനത്തിൻ്റെ സീക്രട്ട് നമുക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെ നീഡ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെൻറ് റെഗുലേഷൻസ് വളരെ മിനിമം ഉള്ളൂ ഈ ഒരു സ്ഥാപനത്തിൽ. ഓക്കെ, ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മതി. കുറഞ്ഞ എമൗണ്ട് ക്യാപിറ്റൽ നമുക്കൊരു സോൾ ട്രേഡർഷിപ്പ് തുടങ്ങുന്ന ഒരു പെട്ടിക്കടയാണെങ്കിൽ മിനിമം കുറച്ച് എമൗണ്ട് വരും, 20,000 30,000 അത്രയൊക്കെ പോരെ. അപ്പോൾ കുറച്ച് ക്യാപിറ്റൽ മതി. പക്ഷേ വീണ്ടും ക്യാപിറ്റൽ ആവശ്യമുള്ള കേസൊക്കെ ആണെങ്കിൽ നമുക്കത് ഒരാളെ കൊണ്ട് ബിയർ ചെയ്യാൻ പറ്റത്തില്ല. ഹ്യൂജ് എമൗണ്ട് ഒന്നും ഇതിനകത്ത് ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ലിമിറ്റഡ് മാനേജബിലിറ്റി ഉള്ളൂ. ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ കൂടി ഒരു കാര്യം ചെയ്യുന്ന പോലെ ആവില്ലല്ലോ ഒരാൾ ചെയ്യുമ്പോൾ. അപ്പോൾ മാനേജറിയൽ സ്കില്ല് ആ ഒരു ഓണറിൻ്റെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ അൺലിമിറ്റഡ് ലൈബിലിറ്റിയാണ്. എന്തെങ്കിലും ബാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യേണ്ടി വരും. അതുപോലെ അൺസർട്ടനിറ്റി അബൌട്ട് കണ്ടിന്യൂറ്റി, അയാൾ മരിച്ചുപോയി കഴിഞ്ഞാൽ, സോൾ ട്രേഡർ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ഒരു ബിസിനസ് കണ്ടിന്യൂ ചെയ്ത് പോകത്തില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ഒക്കെ ഏകദേശം നമ്മൾ കേട്ട് പഴകിയതാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്തിരി ഫാസ്റ്റായിട്ട് പോകുന്നത് കേട്ടോ. ആൻഡ് സെക്കൻഡ് കാറ്റഗറിയാണ് ദറ്റ് ഈസ് ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. ശരിക്കും 2 ഹിന്ദു ലോയാണ് നമുക്കിവിടെ ഉള്ളത്. ദേഭാഗ, അതായത് ബംഗാളിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലോയാണ്. മിത്കാശര, അത് ബാക്കി കറണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഹിന്ദു ലോയാണ്. ഓക്കെ, അപ്പം ഒരു ആൻസസ്റ്ററിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്ന, ലീനിയർലി മാറി വരുന്ന ആളുകളാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിൽ ഉണ്ടാവുക. അതിൻ്റെ ഏറ്റവും എൽഡർ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഫാദർ അല്ലെങ്കിൽ എൽഡർ മെമ്പർ ഓഫ് ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ സീനിയർ മെമ്പർ ഓഫ് ഫാമിലി ആയിരിക്കും ആ ഒരു ബിസിനസ് മാനേജ്
മാനേജ് ചെയ്യുന്നത്, അയാളെ നമ്മൾ കർത്ത എന്നാണ് വിളിക്കുക. കർത്ത അല്ലെങ്കിൽ മാനേജർ എന്നൊക്കെ നമ്മൾ വിളിക്കും. അയാളായിരിക്കും ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഫുൾ കൺട്രോളും വെച്ചിരിക്കുക. ഓക്കെ, മറ്റ് മെമ്പേഴ്സിന് അതിനകത്ത് ഒരു ഡിസിഷനും എടുക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ അയാളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. കർത്തയായിരിക്കും എല്ലാ കാര്യങ്ങളും ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള 2 ഫോംസ് ഓഫ് ബിസിനസ് നമ്മൾ പണ്ട് തൊട്ടേ കേട്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഫാസ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബിസിനസ് എന്താണെന്ന് കണ്ടു. എനി ആക്ടിവിറ്റി അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്നുള്ളതാണ് ബിസിനസ്, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ 4 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, 5 ഫോമാണുള്ളത്. ഇൻഡിവിജ്വൽ, പാർട്ട്ണർഷിപ്പ്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ്, അതുപോലെ ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്. ഓക്കെ, ദെൻ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് 1 മാൻ ബിസിനസ്സാണ്. അതിനകത്ത് 1 മാൻ ഓണർഷിപ്പാണുള്ളത്. പേഴ്സണൽ കൺട്രോൾ ഉണ്ട്, അൺഡിവൈഡഡ് റിസ്ക് ഉണ്ട്, അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഗവൺമെൻറ് റെഗുലേഷൻസ് വളരെ കുറവാണ്. പ്രൊപ്പറേറ്ററും ഫേമും ഐഡൻറ്റിറ്റിക്കലാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ സ്യൂട്ടബിലിറ്റി നമ്മൾ കണ്ടു, അഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടു, അതുപോലെ ഡിസഡ്വാൻറ്റേജസും, ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് എന്താണ്, കർത്തയുടെ റോളും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഒത്തിരി പോയിന്റ് ഉണ്ട്. ഈ നോട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഇട്ട് തന്നേക്കാം. ജസ്റ്റ് 1-2 തവണ ഈ നോട്ടിലൂടെ പോകുക. വളരെ ഇമ്പോർട്ടൻറ്റ്, ഒരു സെൻറ്റൻസ് പോലും ഇതിനകത്ത് മാറ്റാനില്ല. നമുക്കിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് രീതിക്കൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആൻസർ ചെയ്യണമെങ്കിൽ കുറേ റീഡിങ് ആവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നോട്ട് ഇത്തിരി ഡെപ്തായിട്ട് തരുന്നത്. ഇത് തന്നെ കുറവാണ് ആക്ച്വലി, പക്ഷേ നമുക്ക് ഇത്രയൊക്കെ എങ്കിലും മിനിമം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാർട്ട്ണർഷിപ്പ് ഫേമും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിയും കോപ്പറേറ്റീവ് അണ്ടർടേക്കിംഗ് ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. നെക്സ്റ്റ് ക്ലാസ് നെക്സ്റ്റ് ഡേ ആയിരിക്കും. താങ്ക്